നമ്മളെല്ലാവരും അൺഎംപ്ലോയ്മെൻറ്റിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. പക്ഷെ എന്താണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ജോബ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു ക്ലറിക്കൽ വർക്കിൽ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സ്കില്ലിനും അദ്ദേഹത്തിൻ്റെ ആ ഡിഗ്രിക്കും മാച്ചായുള്ള ജോബല്ല അയാൾ ചെയ്യുന്നത്. അയാൾ ഒരു 20,000 റുപ്യൻ്റെ സാലറിക്കാവും മേ ബി വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ ആക്ച്വലി മേ ബി 1 lakh 2 lakhനാണ് വർക്ക് ചെയ്യേണ്ടത്. സോ അദ്ദേഹം കുറഞ്ഞ സാലറിക്ക് അയാളെ വർക്കിലെ അയാളുടെ എഫിഷ്യൻസി വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്, ഈ വ്യക്തി ഈ ജോബിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കാരണം അദ്ദേഹത്തിന് ജോബ് മാറാനുള്ളൊരു കോൺഫിഡൻസ് വരില്ല. സോ ഞാൻ പറയാം അണ്ടർ എംപ്ലോയ്മെൻ്റ് ആണ് മോർ റിസ്ക്കി ആയിട്ടുള്ളത്. നമ്മൾ ഈ അണ്ടർ എംപ്ലോയ്മെൻറ്റ് മാറുക തന്നെ വേണം. അതിനെന്താ ചെയ്യേണ്ടത്, ഒരു ഹൈ ഇൻകം ജോബിലോട്ട് മാറുക. അപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ അണ്ടർ എംപ്ലോയ്മെൻറ്റിൽ വരാതെക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ ഓക്കെ, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും യു ക്യാൻ കോൺടാക്ട് മീ. ഐ വിൽ ബി ഓൾവേസ് ദേർ ടു സപ്പോർട്ട് യു ഗൈസ്. ബൈ.